എന്റെ അമ്മേ. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാ അസത്തെ. ആ, സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. അല്ലേ? വാടാ. പോടാ അവിടുന്ന്. ഞാൻ തള്ളിക്കൊണ്ടുപോകാം. ഇതാ ഞാൻ പറയുന്നത്, വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും പേശാം, ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. അവിടെ ഒന്ന് വെള്ളം കണ്ടു. ജുബ്ബ ചുളുങ്ങാതെ സൂക്ഷിച്ച്. തോപ്പ അലമ്പുണ്ടാക്കരുത്. ഇനി എന്നെ കൊണ്ട് മേല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരിയാടാ ചോപ്പ, ഇതും കൂടെ നടന്നില്ലെങ്കിൽ അമ്മച്ചി ഞങ്ങളെ വീട്ടിൽ കേട്ടത്തില്ല. നടന്നാലും കേട്ടത്തില്ല. വെൽക്കം വെൽക്കം. അല്ല, സെക്യൂരിറ്റിക്കാരന്റെ യൂണിഫോം തന്നെ സെക്യൂരിറ്റി അല്ല, പെണ്ണിന്റെ അപ്പനാ. എന്തായാലും തോറ്റു തൊപ്പിയിട്ടാളാ. ഞാൻ ക്യാപ്റ്റൻ കുഞ്ചപ്പൻ കോശി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ജോപ്പനും ക്യാപ്റ്റനാ. ക്യാപ്റ്റൻ ഞങ്ങളുടെ കബഡി ടീമിന്റെ. വെരി ഗുഡ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള കുട്ടികളെ ഞങ്ങൾ പട്ടാളക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്കും സ്പിരിറ്റ് വലിയ ഇഷ്ടാ. ലേശം വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ജോസ് പ്രകാശനോ? പൊന്നു ജോപ്പ പ്ലീസ്. ജോപ്പനോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്. കുട്ടിയോ? ഹാ, കുർണോ. ദേ മോനെ, മോന്റെ ഡാഡി. ദേ, ഇന്നു മുതൽ ഇവനാണ് നമ്മുടെ കുട്ടി. ജോപ്പൻ ഇവനെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കണം. ഈ പട്ടിയാണോ കുട്ടി? ഹാ, യാ. അച്ഛൻ അവൾക്കൊരു കുട്ടിയുണ്ടെന്ന്. അത് മനുഷ്യക്കുട്ടിയല്ല, പട്ടിക്കുട്ടി. അവളുടെ പട്ടിയെ ഞാൻ എന്റെ സ്വന്തം കുട്ടിയായിട്ട് കാണുമെന്ന്. എന്റെ പട്ടിയാണ് അവളുടെ പട്ടിയെ എന്റെ കുട്ടിയായിട്ട്. എന്നെക്കാളും വലിയ വെള്ളൂ. ലിവിങ് ടുഗദർ വേറെ. ചേട്ടാ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ മാമൂസ മുക്കിയ കുട്ടിയല്ലേ അവള്. അച്ഛനോട് മാമോദിസ മുക്കിയത് ആനാമ്പള്ളത്തിലാണോ ബ്രാൻഡിയിലാണോ? ഈ സൈസ് വേറെ ഉണ്ടോ ഇനി? അവിടെ ഇവിടെ ആയിട്ട് 1-2 കൂടെ. എന്നാലും അപ്പം വരാൻ വൈകിയ അമ്മച്ചിക്ക് എന്നോ ആദ്യാന്നറിയോ? അപ്പം വരുന്നവരെ കൊന്തയെത്തിച്ചോണ്ട് അരപ്രൈസ് മേൽ അങ്ങനെ ഇരിക്കും. അപ്പം വന്ന് കഞ്ഞി വിളമ്പി കൊടുത്തേച്ചേ അമ്മച്ചി ഉറങ്ങത്തുള്ളൂ. അത് കണ്ട് വളർന്നവനാ ഞാൻ. കെട്ടിയവനെയും പിള്ളേരെ നോക്കാത്ത ഒരു ന്യൂ ജനറേഷൻ ഐറ്റത്തിനെയും എനിക്ക് വേണ്ട. നമ്മൾ ഇച്ചിരി ഓൾഡ് ആച്ചോ. അല്ലെ, ഇതൊക്കെ പെണ്ണ് കെട്ടാതെ അച്ഛനോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? വെറുതെ സമയം കളയൊന്നല്ലാതെ. ഞാൻ പോയേക്കുവാ. എന്നാ അല്ലടാ, നമുക്ക് വേറെ ഒരു പെണ്ണിനെ വേറെ ഒരു പെണ്ണ് എന്റെ പെരുവില്ലേന്ന്. അച്ഛാ, എനിക്ക് എന്റെ കൺട്രോൾ പോയി നിൽക്കുവാ. ഏതാ ഈ ജെറുഗൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കാൻ എനിക്ക് വേണ്ടത്? സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കിക്കുത്ത് അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കയാ. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. രാവിലെ കുളിക്കുന്നോ? എന്നാടാ പള്ളി പോകാനുള്ളതല്ലേ? അതിനുമുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അല്ലാതെ അങ്ങനെ ചോദിച്ചത്? അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലല്ലേ? വകുപ്പ് പഠിക്കാതെ ചെല്ലടാ.
കുർബാന സമയത്ത് പള്ളി ചെന്നല്ലേ പിന്നെ പള്ളിയിലല്ലാതെ പിന്നെ പട്ടശാപ്പി കുർബാനയില്ലല്ലോ. അവിടെ നിന്നടാ എന്തുവാടാ പിറുപിറുക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല. ദേ എന്തെങ്കിലും പറയാനുണ്ടെ ഉറക്കെ പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് നിൽക്കുന്നേ പോടാ. ചേടാ നിക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത്? ഇത് വലിയ കോടാലിയായില്ല. താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലിന് വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖം അടിച്ച് ഓഫാ. ഒരു പെഗിലും ഒരു പെഗല്ല. ഇതാ എവിടെയാണ് സാർ? ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ, കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പനയുടെ മദ്യം സപ്ലൈ പിടിവിടരുതിട്ടോ. മുണ്ടിനെ എന്ത് പറ്റി സാറേ? ഒന്ന് താങ്ങിക്കാ പോക്കരെ. മുട്ടിഞ്ഞ വെയിറ്റ് ആയി കഴിവുന്നവന്. ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ശവോടൊക്കെ ഞാൻ നടത്തും. സാറേ, ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ച് മിടിക്കായിട്ട് പറ്റുള്ളൂ. ഓക്കെ. എനിക്ക് മുള്ളണം. എന്നെ ഞാൻ കൊല്ലും. ഹലോ ചേട്ടാ, എന്നെ ഒന്ന് താഴത്തോട്ട് കൊണ്ടാക്കുവോ? ശരി ചേട്ടാ, കൊറേ നേരമായി കാത്തു നിൽക്കുക. എന്നാ മഴയാ? ഈ മഴ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. ഒന്ന് എന്നെ ഇവിടെ താഴെ വരെ കൊണ്ടായി തരുമോ പ്ലീസ്? നല്ല മഴ അല്ലേ? എനിക്ക് മഴ വലിയ ഇഷ്ടമാ. ആഗ്രഹമില്ലായിട്ടല്ല, പള്ളിയായി പോയില്ലേ. ചേട്ടൻ എന്നായി ചുറ്റും നോക്കുന്നേ? ഇവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടോ അതോ ഈ കുടയിൽ വന്ന് വലിഞ്ഞു കയറി ഒന്ന് നോക്കിയതാ? ആ, അതൊന്നും അല്ല. ഇതാരെങ്കിലും കണ്ട് ചേട്ടന്റെ ഭാര്യ അടുത്ത് പോയി പറയുന്നു പേടിച്ചിട്ടല്ലേ? അതിന് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, സിംഗിളാ. അയ്യോ, അതെന്നെ പറ്റി? ഒന്നും ഒത്തു കിട്ടിയില്ലേ? അതോ വല്ല പ്രേമനാരേഷം ആണോ? ഈ മഴയത്ത് നീ എന്നെ പെണ്ണ് കിട്ടിക്കാൻ ഇറങ്ങിയതാണോ? നല്ല ഫിറ്റ് ആണല്ലേ? ആ, ഫിറ്റ് ആയപ്പോ ജിമ്മിൽ നിന്ന് വന്നേ ഉള്ളൂ. അതാ ഫിറ്റ്. പിന്നെ ജിമ്മിലൊക്കെ ഇപ്പൊ മദ്യല്ലേ കൊടുക്കുന്നത്. ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിന്റെ വായടച്ച് വെക്കണം. നിന്റെ വായടച്ച് വെക്കണമെന്ന് കേട്ടോടി. വായടി. ചേട്ടാ, ചേട്ടൻ ഈ പള്ളിയിലെ കൈക്കാരനാണോ? അല്ല, കപ്പ്യാരാ. ഞാനിവിടം വരെ ഉള്ളൂ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും വഴി തിറക്കി വിടണം, ദുഷ്ടൻ. നിന്നോട് അറിവ് നിന്റെ വണ്ടിയെ കയറാൻ. എന്തായാലും ഇത്രയായില്ലേ ചേട്ടാ? ഇനി എന്നെ ഓട്ടോ സ്റ്റാൻഡ് വരെ കൂടെ ഒന്നാക്കിയേക്ക്. എന്നെയും കൊണ്ടേ പോകുള്ളൂ. നേരം കളയാതെ വണ്ടി എടുക്ക ചേട്ടാ. ചേട്ടന്റെ പേരെന്നാ? അറിഞ്ഞിട്ട് എന്നാ? കല്യാണം ആലോചിക്കാൻ വേണ്ടി അല്ല പിന്നെ. ചേട്ടാ, ഞാനൊന്ന് ചുമ്മാ ചോദിച്ചതാ, ഒന്ന് അറിയാൻ വേണ്ടി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ഒരു മിനിറ്റ് വായി നാക്കി കിടക്കത്തില്ലെന്നേ. ഭയങ്കര വായാടിയാ. ആ വായാടിയ ജോപ്പനങ്ങ് പിടിച്ചു എന്നാ തോന്നുന്നേ. ഒന്ന് പോകുന്നു മോളെ. കൊച്ചു പെണ്ണാന്നേ. ചെറുപ്രായത്തിൽ ഞാനൊരു കല്യാണം കഴിച്ചിരുന്നത്, അതുപോലെ ഒരു മോളുണ്ടായിരുന്നു. എന്റെ തോപ്പ, പ്രേമത്തിന് പ്രായവും കാലവും ഒന്നുമില്ല. ആർക്ക് എപ്പോ വേണമെങ്കിലും ആരെയും പ്രേമിക്കാം. അത് ശരിയാ. അല്ല പിന്നെ അവള് കറക്റ്റ് തോപ്പന്റെ കൂടെ തന്നെ ഒന്ന് കയറുമോ? ഈ നിമിത്തം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ. ഒന്ന് പോടാവേ അവിടുന്ന്. നിമിത്തം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. വൈകുന്നേരം ലോഡ് പോകാനുള്ള വേഗം പണി നിൽക്ക്. ചാക്ക് ചാടിക്കയറി തല ഇരിക്കത്തില്ല. ശരിക്കും നിമിത്തമൊക്കെ ഉള്ളതാണ്. ആ പാപ്പിച്ചായോ, ഈ നിമിത്തത്തിലേക്ക് വിശ്വാസം ഉണ്ടോ? നിമിത്തം പിന്നെ ഉണ്ടോന്നു? നമ്മുടെ സുധാകരന്റെ മോള് നിനക്കറിയാവുന്നേ, കൗളിൽ കറുത്ത മറുകുള്ള സുന്ദരി കൊച്ച്. ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയതാ. സ്കൂട്ടർ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയതും ഒരു ടിപ്പർ പാഞ്ഞു വന്ന് ദേഹത്തൂടെ കയറി ഇറങ്ങി ഇങ്ങ് പോയി. ഇതാണ് ഈ നിമിത്തം എന്ന് പറയുന്നത്. ഞാൻ ഈ കൊല്ലം കൊണ്ട് വെച്ചു വരാം. അവന്മാരെന്ത് വിഷോടിക്കാൻ പോയി. വിഷോടിക്കാനോ? ഏലത്തിനെ തോട്ടത്തില്. എങ്ങോട്ടാ? ഷാപ്പോ ബാറോ ക്ലബോ അതോ വാറ്റോ? കാലത്ത് തന്നെ തുടങ്ങണോ? അവന്മാരോട് വന്നിട്ട് പോരെ? ഇന്ന് തന്നെ പതിവ് പരിപാടിയിൽ ഒരു മാറ്റം. വേറൊന്നുമില്ല, വയറിന് നല്ല സുഖമില്ല. അസുഖം വയറിനോ അതോ മനസ്സിനോ? ഇന്നലെ മുതൽ ഞാൻ കാണുന്നുണ്ട് ഒരു ഇളക്കം. ഒരു കട്ടിൽ കൊണ്ടുപോകാൻ 4 പേര് വേണോടാ. ആ 2 പേരെ കൂടി വിളിച്ചാ അവര് വന്നില്ല. കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോളാം. പാപ്പച്ചായ, ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരോട് അങ്ങോട്ട് ചെല്ലാൻ പറ. അവിടെ ആരും ഇല്ലാതെ നിൽക്കും. കുറച്ചുപേരും ഇങ്ങോട്ട് വന്നേ. ബാബാ, ചേട്ടന്റെ കഴിഞ്ഞായിരുന്നു. എന്നാ പോയട്ടെ. ഡോക്ടറെ, ഈ അമ്മച്ചി ഒന്ന് നോക്കിക്കേ. വിട്ടുമാറാത്ത ചുമയാ. ചുമയെന്ന് പറഞ്ഞ അയൽവക്കത്തുകാർക്ക് കിടന്നുറങ്ങാനേ ഒക്കത്തില്ല. DTS എഫക്റ്റാ. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അച്ചോ,
ഇത് കുമ്പസാരക്കൂട. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം. ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കശപശ ഉണ്ടായി. ഉണ്ടാക്കിന്ന് പറ. അച്ഛൻ ഇടയ്ക്ക് കയറല്ലേ, ആദ്യം കേക്ക്. പെണ്ണും പിടക്കൊഴിയൊന്നും എനിക്കല്ല ആവശ്യം. ദേ ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട, ഓ എടുത്ത് വെക്ക്. ദേ ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. പാതിരാത്രി വരെയുള്ള ഇരിപ്പേ അത് എനിക്കൊക്കെ അല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇതിച്ചിരി കൂടുതലാ. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. കഴിഞ്ഞ പെരുന്നാളിനാ പോകാനെത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിലെ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ. നിന്നാരേലും കെട്ടിയിട്ടോ? എങ്ങോട്ട് പോകുന്നാ? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അതി കളച്ചോ പറിച്ചാ കഴിയാലോ. ഇന്നേതായാലും ഇങ്ങനെ പോട്ടാവേ, നേരം കുറെ ആയില്ലേ, നമുക്ക് വെളുപ്പിനെ വിട്ടേക്കാം. എടാ മാക്കാനെ നിന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്. അകത്തോടെ നോക്ക്, മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഓ, ഒരു കോപ്പിലെ ഫോണ്. അവനവിടെ എന്നാ ഉണ്ടാക്കാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കേംബ്രിഡ്ജ് എക്സാമിന് പഠിക്കല്ലേ? ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, പിന്നെ അനിയനാ പുല്ലാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഹലോ. ഓ വേണ്ട, ഒരുത്തനും വരണ്ട. അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാടാ ഒളിഞ്ഞു നോക്കുന്നേ? എടാ നിന്നോടാന്ന്. ഇവിടെ വല്ലവരും ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. എപ്പോഴും ശുദ്ധീകരിക്കട്ടെ. എന്ത് പറ്റി? ഓ ഒന്നുമില്ല അച്ഛോ. അച്ഛൻ എന്നാ പതിവില്ല? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിന്റെ അനിച്ചൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിയിട്ട് കിട്ടാനായിട്ടാ അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ 4-5 കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ ഞാൻ അവനെ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നു. ഇതിപ്പോ എപ്പോ എത്തുന്ന? ഇന്നെ എടാ കുട്ടപ്പായേ, അവര് 4-5 പേരുണ്ടെന്ന്. പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി ഞാൻ പൊന്നച്ചോ ഇപ്പൊ എന്നോട് ഒന്നും പറയണ്ട. എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടയിലോട്ടില്ല, ഞാൻ പുറകെ വന്നേക്കാം. എടാ ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ ഇപ്പൊ എന്നാ ചെയ്യും? ഇഞ്ഞു വന്നേ. ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല പൈലോ, എക്സി പൈലോ. താൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം. അവിടെ പോലീസില്ലേ, ലോ ആൻഡ് ഓർഡറില്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? ഇപ്പൊ എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങനെ കേരളത്തില് പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. കേറിക്കോ. വേണ്ട, ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്ന് എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളാം. മാക്രി, ഗൗരിക്കെന്താ ഒരു പിണക്കം? ഗൗരിക്ക് മാത്രമല്ല എനിക്ക് മല്ലയോട് പിണക്കുക. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള ഡിംഗോളിഫിക്കേഷൻ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ പണിയും ഞാൻ ചെയ്യാറുന്നില്ലേ? കാറ്റാപ്പിള്ളിയോട് പോകാൻ പറ. നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. കുരവിടാൻ ഈ ഗൗരി ഉണ്ടാവും ഇല്ല മോളെ? ഏടാ മാക്രി മൂർക്ക, നീ എന്താ വിസാരിച്ചത്? നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല, പിന്നല്ലേ സീത്ത പ്രായത്തില്. പിന്നെ മള്ളയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും. അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും, ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും. അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ നല്ല അടിവെച്ചു തരും. അത്തായിത്താ മനസ്സിലായോടി തട്ടി. ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്നാ പട്ടി? നിന്റെ പട്ടി ബറുകൊണ്ട് പറഞ്ഞല്ലേ നീ പോയത്? അല്ല പോയാ നാളത്തെ ചെക്ക് ആര് കൊടുക്കും? അതിനല്ലട സാമി ഉള്ള. സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ? അല്ല തോട്ടത്തിലെ വിളവെടുപ്പ് കണക്കല്ലേ? അതിന് പണിക്കാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും. പോട്ടമല്ലയ്യ, ഒന്നും പറയണ്ട. അച്ഛനെ വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വാറണ്ടി ഉള്ളതാ. ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കേ. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്. ഇതാണ്. അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറാ ഇവിടെ താമസിക്കുന്നത് ഇപ്പഴറിഞ്ഞ. അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. നന്നായി. ഇവിടെ ഇവളും ഞാനും ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേൾക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. നല്ല കോളേജാ. ഇവള് ഓരോ കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതുപോലെ പോക്കിരി പിള്ളേര്
പഠിക്കാനല്ല ഒറ്റയാളൊന്നും വരുന്നത്. നമസ്കാരം. നമസ്കാരം. താനെന്താ ഇവിടെ? ജോണി അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വാടകയ്ക്കല്ല, ഞാനത് വിലയ്ക്ക് വാങ്ങിച്ചു. ഞാനങ്ങ് ചെല്ലട്ടെ, പിള്ളേര് ബഹളം. ഇത് അന്തസ്സുള്ളവർ താമസിക്കുന്ന ഏരിയ. ഒച്ചയും ബഹളൊന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം. തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പുട്ടണ്ണേ. എന്ന് കരുതി മനുഷ്യന് മുണ്ടാട്ടല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കുട്ടികളുടെ ഒച്ചയും ബഹളവും കേൾക്കുന്ന ഒരു രസമല്ലേ? ഞാനങ്ങ് പോയേക്കോ. അതെ, തന്റെ ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട്. തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാൽ മതി. ഞാൻ എന്തുദ്ദേശാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. പണിക്കരേ, ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയാ. ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച ഉറച്ചുകളയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ശരി, പറഞ്ഞ പോലെ. എന്റെ പട്ടി പോകാനുള്ളടുത്ത് ഐ ലവ് യു പറയാൻ നീ എന്നെ പറ്റി വിചാരിച്ചേ? അയ്യോ, കണ്ട പെണ്ണുങ്ങളൊക്കെ പറയണ ഐ ലവ് യു പറയലാണ് എന്റെ ജോലി. ജോപ്പനെ കൊണ്ട് അടിച്ചേ. എന്തിയാ പറയാ? അടിക്കും. നല്ല അന്തിപ്പനയാ. ആ മനസ്സും കൊണ്ട് ഇളകട്ടെ. അതടിച്ച മനസ്സിളകില്ല, വയറിളകത്തുള്ളൂ. എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ശോ, ഞാൻ പോവാ. വേണ്ട, പറഞ്ഞിട്ട് പോയാ മതി. നാളെ പറഞ്ഞാ മതിയോ? മതി. അത് ശരി, അപ്പൊ റിഹേഴ്സൽ ആണല്ലേ? എന്തൊക്കെയായിരുന്നു ഇന്നലെ ഷോ? ഐ ലവ് യുന്റെ പട്ടി പറയും, പൂച്ച പറയും, കള്ള. എന്നിട്ടിപ്പോ കുഞ്ചാക്കോ. ഹലോ, ഞാനാ ചോപ്പാ, മരിയ. എന്നാന്ന് ചോദിക്കേ? ആ, എന്നാ പറ. അതെ, എനിക്ക് ജോപ്പനെ ഒന്ന് കാണണമായിരുന്നു. ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് കാണണമെന്ന്. അതിനെന്നെ നമുക്ക് കാണാന്ന് പറയുന്നേ. അതിനെ നമുക്ക് കാണാം. ആ, എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് എന്റെ ഹോസ്റ്റലിന് മുന്നിൽ ഒന്ന് വരാവോ? ആ, പിന്നെ കൂടെ ആരെയും കൂട്ടണ്ട, ഒറ്റയ്ക്ക് വന്നാ മതി. ഓ, അങ്ങനെ ആയിക്കോട്ടെ. വൈകിട്ട് ഹോസ്റ്റലിന്റെ മുമ്പില്. ഓക്കെ ഓക്കെ, ശരി. സീ യു, ബൈ. എന്നതാ പറഞ്ഞേ? വല്ല മുടിഞ്ഞ തമാശയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കും. അയ്യോ, എന്നതാടാ? ഓക്കെ, എന്നെ ഒന്ന് കാണണമെന്ന്. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പിന്നെ പറയുന്നോണ്ടെന്ന് വിചാരിക്കരുത്. കൂടെയുള്ള ലോ ക്ലാസ്സുകൾ ആരെയും കൂട്ടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എന്നാ മതിയെന്നാ. ഇതിപ്പം ഇഷ്ടം പറയാൻ തന്നെ വിളിച്ചെന്ന് എന്നാ ഇത്ര ഉറപ്പ്? അതുകൊണ്ട് അത്ര വലിയ അഹങ്കാരം ഒന്നും വേണ്ട. എടാ മോനെ, മാത്താ പോത്താ കുരിയാ കുഞ്ഞിപ്പാലു. കൂത്താട്ടുകുളത്തുകാരി മര്യാദയ്ക്ക് ഈ തോപ്രാങ്കുടിക്കാരൻ ജോപ്പനോട് പിന്നെ എന്നാ ഒലക്കാടാ പറയാനുള്ളേ? അതുകൊണ്ട് മക്കള് പോ 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 പോ. എനിക്കേ ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. മനസ്സിലായില്ലേ? എന്നാ പിന്നെ കാണാം. ഇനി വല്ല ചാകാനായിരിക്കും വാതിലടച്ചത്? എന്ത് കാര്യത്തിന്? ഇതിനൊക്കെ വല്ല കാരണം വേണം, ഒരൊറ്റ തോന്നലാണ്. വചനത്തിന്റെ വാൽ. ഓ, ഇതാണോ അച്ഛൻ പറഞ്ഞ പുലി? കാണാൻ പക്ഷെ ഒരു ലുക്കില്ലല്ലേ? അതെ, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ആനക്കാട്ടിൽ അച്ഛൻ തന്നേച്ചാ തന്നേ. ഓ, വിളിച്ചിരുന്നു. ആ, വന്നാട്ടെ. നമ്മൾ വിചാരിച്ച പോലെ ആള് മഹാഭാവോ. ആനക്കാട്ടിലച്ഛന്റെ ഇടവേഗം നാലിയോ? അതെ അച്ഛോ. ആരാ ഈ തോപ്പിൽ ജോപ്പൻ? ഞാനന്നേ. പ്രണയ നൈരാശ്യം മൂലമുള്ള കടുത്ത മദ്യപാനം. ആ, ശരിയാക്കി എടുക്കാം. ആനക്കാട്ടിൽ അച്ഛൻ എഴുത്തി കൂടെ കുത്തിയതാ. എഴുത്തു കുത്തെന്ന് കേട്ടിട്ടില്ലേ? അതാ. അപ്പൊ ബാക്കിയുള്ളവര് ജോപ്പന് കൂട്ടു വന്നതായിരിക്കും അല്ലയോ? ഞങ്ങളും വിശ്വാസികളാണ്. അതെ, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവർ. അച്ഛനെങ്ങനെ മനസ്സിലായി? അതെ, ഇവിടെ ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി പാലിച്ചിരിക്കണം. കേട്ടല്ലോ? ഈ നിയമങ്ങളൊക്കെ പാലിക്കാത്തവരെ ഇവിടുന്ന് പുറത്താക്കുമായിരിക്കും അല്ലേ അച്ഛോ? ഒരിക്കലുമില്ല. അവരെ നിയമങ്ങൾ പാലിക്കാൻ പ്രാപ്തരാക്കും. കഠിനമായ വ്രതങ്ങളിലൂടെയും കടുത്ത ധ്യാനമുറകളിലൂടെയും അത് സാധിപ്പിക്കും. കുഞ്ഞേ, കഠിനമായ ധ്യാനമുറകൾ എന്നാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടിണിക്കിട്ട് അനുസരിപ്പിക്കുമെന്ന്. തോപ്പിൽ ബാസിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജോപ്പൻ. ആ, അത് തന്നെ. നിയമങ്ങളും പ്രാർത്ഥനാ സമയങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ വാൾഡിയേഴ്സ് പറഞ്ഞു തരും. അപ്പൊ ശരി, ധ്യാനം തുടങ്ങാറായി. പെട്ടിയും പ്രമാണങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടേ ഹാളിലേക്ക് വന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അച്ഛോ. ഒന്ന് നിൽക്കൂ. ഇത്രയും വിനയം വേണ്ട, വിനയപ്രസാദായി പോവും. ഓ, ഒരു പൊടിക്ക് കുറച്ചോളൂ. വിനയം 2 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. പോടാ,
ഇതിലും ഭേദം ജയിലായിരുന്നു. ഇത് രണ്ടും ഇതും ഒക്കെയാണ് നിങ്ങളുടെ കിടപ്പ് സ്ഥലം. ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ധ്യാന ഹാളിലേക്ക് വന്നോളൂ. ധ്യാനം തുടങ്ങി. ധ്യാനം തുടങ്ങി. അയ്യടാ ഇത് കൊള്ളാട്ടോ, ട്രെയിനിന്റെ സെറ്റപ്പാണ്. ഇച്ചിരി കുലുക്കം കൂടെ ഉണ്ടായിരുന്നേ കറക്റ്റ്. എന്നാ കുലുങ്ങിക്കോടാ. ഈ അപ്പുറത്ത് ഞാൻ എടുക്കണേ. വേണ്ട 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 വേണ്ട. നിനക്ക് കിടന്നു വിടുന്ന സ്വഭാവമുള്ളതാ. നീ മുകളിൽ കിടന്നാ താഴെ കിടക്കുന്നവർക്ക് റിസ്ക്. വേണ്ട വേണ്ട. ഇതിപ്പോ എന്നാ ചെയ്യാനാ? ബാഗിൽ വെക്കണ്ട. ചിലപ്പോ ആ വാളണ്ടിയർമാർ തപ്പിയാ കാണും. ഇടുപ്പി തിരിക്കും. പൊങ്ങി നിൽക്കരുത്. ഇന്നറിയാതെ ജെട്ടിട്ടത് എന്തായാലും ഭാഗ്യായി. അണ്ടർവെയർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കുപ്പി വെക്കേണ്ടോണ്ടിട്ടുണ്ട്. ഹായ് അങ്കിൾ. ഹായ് ജയ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അങ്കിൾ. പെൺകുട്ടികളുടെ വളർച്ച ദിവസം തോറുവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ വളർച്ച നിമിഷം തോറുവാ. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സളകി എന്ന് പറയുന്ന കഥ കള്ളക്കഥയൊന്നും അല്ല. അല്ലെങ്കിൽ വല്ല കല്ലോ മരോ ഒക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെ അല്ലല്ലോ. ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ. ഈ സൗന്ദര്യത്തിലൊന്നും ഒരർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 40 വയസ്സാകും. നിനക്ക് 25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പാഴാക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളും കൂട്ടാം. പോട്ടെ അങ്കിൾ. അങ്ങനെ അങ്ങ് പോയാലോ? ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ. വന്നാ ഒരു കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കൽ വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ്ണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിലറിയണ്ടെന്നേ. അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആണെന്ന് പറഞ്ഞാൽ മതി. എന്താ? ശരി. ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ, എടാ എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് സാറ് ഇവിടെ വന്നു സൊല്ല. ഞാൻ 3-3:30 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പോലീസുകാർ നെഞ്ചത്തേർന്ന് ഇറങ്ങിയേനെ. എല്ലാം കുളമാക്കിയോ? കുളമാക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം. വർഷങ്ങൾക്ക് ശേഷം ആ 2 അടിക്കാതെ ഉച്ചക്ക് ഊണ് കഴിക്കുന്നത്. കർത്താവിന്റെ ഓരോ പരീക്ഷണങ്ങളാ. ഇനി വയറിനെങ്ങനെ പിടിക്കാതെ വരുമോ? എന്തായാലും കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. ആദ്യമായിട്ടാ. കുടിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു. നല്ല വിശപ്പ്. അത് ആക്രാന്തം കൊണ്ടാടാ വിശപ്പ്. പെട്ടെന്ന് കള്ളിനെ തള്ളി പറയാതെ ദുഷ്ട. അതെ. ഇവർന്നല്ലേ അച്ഛയെ ശബ്ദം കേട്ടത്? അച്ചോ, സൗണ്ട് മാത്രമേ ഉള്ളൂ, സാധനം വേറെ. ഇവിടെ ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടെന്ന് അറിയില്ലേ? അതൊക്കെ സാത്താന്റെ നിഘണ്ടുവിലുള്ള വാക്കുകളാണ്. എന്റെ പൊന്നച്ചോ, ഞങ്ങളുടെ സാത്താന്റെ നിഘണ്ടുവില്ല, ഡിക്ഷണറിയുമില്ല. ശീലമായി പോയതുകൊണ്ട് ഈ കരിങ്ങാലി വെള്ളം കുടിക്കുമ്പോൾ ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ചിയേഴ്സ് വിളിച്ചു പോയെന്നുള്ളൂ. അച്ഛൻ ക്ഷമിച്ചുകളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറയൂ. ഒന്നൊച്ച വെച്ചാൽ, ഒരു ചിയായ ശബ്ദം കേട്ടാൽ ഉണരുന്ന പാപികളാണ് ഇവിടെയുള്ളവർ. അവരെ ഉണർത്തരുത്, അവരെ ഉണർത്തരുത്. പിന്നെ കർത്താവ് വീഞ്ഞാക്കിയത് പച്ചവെള്ളമാണ്, അല്ലാതെ കരിങ്ങാലി വെള്ളമല്ല. എന്നെ കൊണ്ട് കടുത്ത ധ്യാനമുറകൾ എടുപ്പിക്കരുത്. അതെ, ആ വീട് പണിയൊന്ന് വേഗം തീർക്കാൻ പറയണം. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീന്ന് അങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യായിരിക്കാം. ആറ് മുറുകനോ? അവൻ ഇന്നെ എന്ത് സെൽഡേ ചെയ്തു? എന്നെ അല്ല, മീനാക്ഷിയെ. അത് വല്ല തമാശക്കാക്കി പറഞ്ഞത്. കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിന്റെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി, നന്തല്ല. കളിയാക്കണ്ട. മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാരഡി ഇറങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാൾ അത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായ്ക്ക് എന്റെ മുറി കയറി വന്നതല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെൺപിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. എളുപ്പിനൊരു 3 മണിക്ക് ചെന്നോളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിൽ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി കാർത്തിയാനില്ലേ, ഇരിങ്ങാലക്കുട ജംഗ്ഷനിൽ പാലുറ്റി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടിലെല്ലാം പോയപ്പോ ജെറ്റിട്ട് ഓടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞെന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ.
നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട്ട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലെ വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാചികാകിൽവാ? ഓ, മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നതൊക്കെ ഞാനും കേട്ടു. എടാ, അത് ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, എന്ത് പണി കാണിച്ചേ. അതിനകത്തേറി ആനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറ. എന്താ അവിടെ? ധ്യാനം കൂടെ വന്നേ. അതിന് ധ്യാന ഹോളിലല്ലേ? സ്ത്രീകളുടെ ബ്ലോക്കിൽ എന്താ കാര്യം? അല്ല സിസ്റ്റർ, ഒന്ന് കിച്ചൺ അന്വേഷിച്ച് ഇറങ്ങിയതാ. എന്നതാന്ന് അറിയത്തില്ല, രാവിലെ മുതൽ വയറിലൊരു ഏനക്കേട്. വയറിന് ഏനക്കേടുണ്ടെങ്കിലേ അടുക്കളയിലോട്ടല്ല ബാത്റൂമിലാ പോണ്ടത്. പോയായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാൻ ഒക്കുന്നില്ലേ. ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ച് കഴിച്ചാ ശകലം നീറ്റിലുണ്ടെങ്കിലും ഭേദമാകുമെന്നാ ഈ ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് അടുക്കള അന്വേഷിച്ചിറങ്ങിയതാ. അടുക്കളതാ അവിടെയാ. വല്ലായ്മക്കാർ അങ്ങോട്ട് ചെന്നാട്ടെ. അടുക്കള അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. കുഞ്ഞ് എങ്ങോട്ടാ? കുഞ്ഞ് എന്നാ ഫാദറെ? കുഞ്ഞ് എങ്ങോട്ടാണ്? മംഗലപ്പുഴയ്ക്കാ. സെമിനാരിയിൽ നിന്ന് കുറച്ച് പുസ്തകമായിട്ട് വന്നതാ. ആഹാ, എങ്കിൽ എന്റെ ചേന്നങ്കര മുക്കിലൊന്ന് ഇറക്കാവൂ. അവിടെ ഇടവകയിൽ ഒരു ധ്യാനം ഉണ്ട്. അതിനിപ്പോ എന്നാ ഫാദർ കയറിയാട്ടെ. എന്റെ അറിയത്തില്ല, മൂക്കിൽ എന്തോന്നോ ഒരു ഇത് ജലദോഷത്തിന്റെ ആണെന്നാ തോന്നുന്നത്. വണ്ടി വിട്ടാട്ടെ, വണ്ടി വിട്ടാ. വല്ലാത്ത ജലദോഷമാണോ ഫാദറെ? ആ, നല്ല ജലദോഷമാണ്. ഇതെന്നാ പറ്റി ഫാദറെ? താടിയില്ലാതെ മീശ മാത്രം? അതെ, ഞങ്ങളുടെ സഭയിലെ മീശ വെക്കാം. ഞാനൊന്ന് മയങ്ങാൻ പോവാ. നീ എന്നെ ചേന്നങ്ങനെ മുക്കിലെത്തുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. ഓ ആയിക്കോട്ടെ. എന്നാലും അവിടെ എത്തുമ്പോ നേരം വെളുക്കും. അവിടെ എത്തുമ്പോ നേരം വെളുത്താലും വിരോധമില്ല, നേരം വെളുക്കുമ്പോ അവിടെ എത്തിയാലും വിരോധമില്ല. നീ എന്നെ വിളിക്കാൻ മറക്കായിരുന്നു. ഫാദറെ, ചേന്നങ്കര മുക്കെത്തി. ആഹാ, വലിയ ഉപകാരം. മോന്റെ പേരെന്തുവാ? ബൽറാം. ഞാൻ ഈ കാക്കിയിട്ടുണ്ട് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ കൂട്ടുകാർ വിളിക്കുന്നത് ഇൻസ്പെക്ടർ ബൽറാം. കണ്ടാലും തോന്നും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഫാദറിന്റെ പേരെന്തായിരുന്നു ഫാദർ? ഫാദർ ഏലിയാസ് ജാക്കി. മഴ, കൊട, സ്ലോ മോഷൻ. ഫാദർ ജാക്കി തന്നെ. സാധനം എങ്ങോട്ട് പോയി? സാധനോ? നീ കണ്ടില്ലേ? ആ പണ്ടാരം ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ, അത് ശരി. കണ്ണേ കരളേന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ടാരം? എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ. നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാൻറ്റും വാങ്ങിച്ചു തരാം. വാക്ക് പറഞ്ഞാ വാക്കായിരിക്കും. കുട്ടേട്ടാ, ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല, ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണി എന്ന് പറഞ്ഞ കുട്ടേട്ടനെ അറിയുമോ? വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ. 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? ഏയ്, വല്ല കള്ളികളുമായിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടിത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടില് ഇതേപോലെ തറവാടിത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ TV ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല. കയ്യിൽ ഒതുങ്ങിയതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? നീ പോയി സാധനങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ നോക്ക്. എന്റെ ഈശ്വര, ചതി പറ്റിയോ? നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. അപ്പൊ എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുതേ. പോയി വണ്ടി കേടാ. ആ ടീച്ചറെ സൂക്ഷിച്ചോ, പെണ്ണറിഞ്ഞ മൂർഖം പാമ്പ. എപ്പോഴും ചേച്ചിക്ക് ഈ ഗോപാലൻ ഉണ്ടാവില്ല. അവളിത് 1ാം ക്ലാസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ. നീ പോയി വണ്ടി കേട്. ചെല്ല്.
എന്തായിരിക്കും? ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ്. ഹലോ, സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ? ഞാൻ മനുവാണ്. നമ്പ്യാറുണ്ട് അവിടെ? വന്നിട്ടില്ലേ? വന്നാ ഞാൻ വിളിച്ചൊന്നു പറയണേ. ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചില്ലാത്തതാ. വി ആർ ഇൻ ഡേഞ്ചർ. എന്താടാ? ഹലോ, മനുങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കൂവിയത്? കൂവിയതല്ലടാ, ഒരു ശാസ്ത്രജ്ഞന്റെ ആഹ്ലാദം. എന്തോന്ന്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഓ പിന്നെ എടാ, നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു. അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടടാ, ഞാൻ കണ്ടു. കുഴയുമല്ലോ. കുഴയും, പക്ഷെ കുഴയുന്നതിന് മുമ്പ് ഞാനൊരു നോബൽ സമ്മാനം അടിച്ചെടുക്കും. മനുവങ്കിളേ, ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ഈറ്റി, പാറ്റ, നമ്മുടെ പാറ്റ, ഭൂമിയെ തിന്നാൻ വരുന്ന പാറ്റ. ഹലോ, ഞാൻ കമത്ത പറയാനെങ്കിൽ മത്ത പറയാനൊന്നുമല്ല. ഞാൻ മനുവാണ്, മനു. ഇല്ല, അവര് ചത്തുപോയി. ഇന്ന് അവരുടെ 16 അടിയന്തരമായിരുന്നു. മനു, മേ ഐ കം ഇൻ? ഇവനോടൊക്കെ ഫോർമാലിറ്റി കാണിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. എടാ, പേടിച്ചു പോയല്ലോ. പേടിക്കും. നീ മാത്രമല്ല, എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും. അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചോദിക്കാൻ വന്ന. ചോദിച്ചാട്ടെ. താൻ വിവാഹിതനല്ല അല്ലേ? അല്ല. വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് തനിക്ക് ഇനിയുള്ള കാലം സന്യാസ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചൂടെ? താൻ ലോകിട്ട് വന്നപ്പോ നല്ല കിടു ലുക്കായിരുന്നല്ലോ. അച്ചോ, ഒരു സന്യാസിക്ക് വേണമെങ്കിൽ തെമ്മാടിയാകാം. പക്ഷെ ഒരു തെമ്മാടിക്ക് ഒരിക്കലും സന്യാസിയാകാൻ പറ്റില്ല അച്ചോ, പറ്റില്ല. എന്റെ സുരേഷ് ഗോപി പൊട്ടിക്കട്ടെ. എന്നാ പണിയാ തോപ്പായി കാണിച്ചത്? പോരാത്തിന് 1-ാം തീയതി കൂടിയാ. പിന്നെ അല്ലാതെ, പെണ്ണുങ്ങൾ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. അതനുസരിച്ച് വെള്ളം അടിച്ച് കൂമ്പ് കാട്ടാനേ നമുക്ക് ഭ്രാന്തൊന്നുമില്ല. പോയി പണി നോക്കാൻ പറ അവളോടൊക്കെ. അല്ലെങ്കിൽ ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. എന്നാലും എന്തോരം ആശിച്ച. ആനിയും റോയും ഇവരെന്നാ ഇപ്പൊ ഇങ്ങോട്ട് വരും? തിരിച്ചേൽപ്പിക്കാൻ, അല്ലാതെ പിന്നെ എന്തിനാ? ശരിക്കും അതേന്ന്, അല്ലെങ്കിൽ പിന്നെ അവർ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ആയിരിക്കും ചോപ്പ. ഓ, ആ റോയെ ഫസ്റ്റിലെ കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് അവനൊരു പാവമായിരിക്കുന്നു. കാലും പോയി. ജോപ്പൻ, ഞങ്ങള് കല്യാണം വിളിക്കാൻ വന്നതാ. ആനിക്കേ ഒരേ നിർബന്ധം, ജോപ്പനെ തന്നെ ആദ്യം കല്യാണം വിളിക്കണമെന്ന്. അതല്ലേ ഇതെല്ലാ പെണ്ണുങ്ങളും അങ്ങനെ. ശവത്തെക്കുത്തിലാണല്ലോ ഇവരുടെ ഹോബി. അപ്പോ വരുന്ന 26-ാം തീയതിയാണ് ഞങ്ങളുടെ ഇടവക പള്ളിയിലാ കെട്ട്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം. ഞങ്ങളെല്ലാവരും വരും. എന്നാ പിന്നെ നിൽക്കുന്നില്ല, നിങ്ങളുടെ ആഘോഷം നടക്കട്ടെ. വാ. ഇവനെ പെണ്ണുങ്ങൾ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. അത് കണ്ട് ബോധം കളയേണ്ട വല്ല കാര്യമുണ്ടാ? ഇച്ചിരി വെള്ളം തളിക്കാന്ന് വെച്ചാ ഉണ്ടായിരുന്ന കുപ്പി ബോധം കെട്ട് വീശിക്കൊണ്ട് തലയിറങ്ങി കിടക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട്. നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു. കാട്ടുപുളിയല്ല, കാട്ടാപ്പിള്ളി. എന്ത് പുളിയാണെങ്കിലും ആ കളി ഇവിടെ നടക്കില്ല. ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു. മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കൂന്ന്. സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവാ? ആ കാട്ടാപ്പിള്ളി അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ. പോലീസ് അവിടെ ഒരു പുല്ലും ചെയ്യും. എന്തായാലും മല്ലയ്യ അത് വാങ്ങണം. വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു 5 ലക്ഷം കുറച്ചോ. നിനക്ക് വേണം. ഇവിടെ അടി കുത്തു വെട്ട് ഒളിഞ്ഞ് നേരമില്ല. വിട്പിടി കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? എന്താടാ ഇത്? നാട്ടുകാർ തല്ല് കളഞ്ഞപ്പോൾ ആക്സിഡന്റോ? വല്ല വിമൻസ് കോളേജിന്റെ വയലോണ്ടോക്കി വണ്ടി ഓടിച്ചാണ്. അച്ഛനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാ സംഭവം ഉണ്ടായത്. ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ, പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതുകൊണ്ട് കയറ്റിയതാ. എന്നിട്ട് അമ്മ നിർത്താതെ പോവുകയും ചെയ്തു.
ബോധമില്ലാതെ വഴി കിടക്കായിരുന്നു. നമ്മുടെ ലക്ഷ്മി ഡോക്ടറാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. കുഴപ്പ വല്ലതും ഉണ്ടോടാ? ഹേയ്, ഒരു കുഴപ്പം അല്ല, ഒരു കുഴപ്പമില്ല. ഏപാടാ നീ കള്ള പറയുന്നെങ്കിലോ നാ ഡോക്ടറെ ചോദിക്കട്ടെ. അതെ, ഇവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം നടത്തണം. ഏയ്, അതൊന്നും നടക്കില്ല. മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി. നിൻಗೆ സത്യം ചെയ്യ അവർ പറഞ്ഞു. നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം. ഞാൻ കല്യാണം കെട്ടില്ല. നന്ന കല്യാണം എല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് 2 പ്രസവിച്ചു. വീണ്ടും എല്ലാം ശരിയാക്കി വന്നപ്പോ വീണ്ടും ജയിലിൽ പോയി. രണ്ടാമത് ജയിലിൽ പോയി. അതേത് കേസ്? അത് കെട്ടാ പോണ പെണ്ണ് അവള് നക്സലൈറ്റു രോഹിണി നച്ചപ്പ. അന്ന് ഞാൻ സബത ചെയ്തു, ഞാൻ ഇനി കല്യാണം കട്ടില്ല. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയേനു. എന്നാ പേർന്ന് എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് പ്രസവിച്ച ചീത്ത പേരാ. ഗൗരി. ശരി, വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നുവിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ, ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല? വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറിക്ക്. പോട്ടെ റൈറ്റ് പോട്ടെ. വലുതും പറ്റിയാ? ഇവിടെ നിൽക്കണ്ട. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചില്. പ്രായമായ പെൺകുട്ടികളെ കൊണ്ട് ആശാൻ എങ്ങോട്ട് പോനാ? ഞാൻ പറഞ്ഞു, മല്ലയ്യ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല. വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മല്ലയ്യക്ക് സന്തോഷമാവുള്ളൂ. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ? നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ് വെച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു ആന്റി മകനെ, നന്നെ ഞാൻ മൂർക്കാൻ കൊണ്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് കൃമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റും. ശരി. ഇവിടെ അഹങ്കാര കട്ടാത്തൊന്നും ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പുനോടും നിനക്ക് ഡ്രൈവിങ്ങിനേക്കാൾ നല്ലത് കുക്കിംഗ്. എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയ. ഓ, അത് നല്ല എള്ള ഭയങ്കര ഉപ്പ്. ഏയ്, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. മുച്ചോണ്ട് തിന്നോ നന്മകൻ. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊണ് കളിക്കാം. അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുഴിക്കുക, കാണാനും മുടിക്കുക. പിന്നെ വേറെ ചില ഹുടികൾ കുട്ടി കൊബ്ബയില്ല അഹങ്കാരം കുട്ടി കൂടെ ഇറുക്കി. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കൂത്തൊള്ളി. വേണ്ട മല്ലയ്യ. നീ എന്താ ഡയറ്റ് വിട്ടെ? വയറ് നിറഞ്ഞാ. രാത്രി കഥവിന്റെ കുറ്റിയിടല്ലേ. മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നേരമായി ഞാൻ. പെൺകുട്ടികളുള്ള വീടാ. ഇങ്ങനെ റോന്ത് വിറ്റി കിടന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാതെ പോയി കിടന്ന് ഉറങ്ങും. നമുക്ക് നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മൾ എന്തോന്ന് കാമുകന്മാരാ? എനിക്ക് ഉറക്കം വരുന്നു. ഒന്ന് പോയി കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങണം, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്ത് കാണിക്കുന്നേ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ നിനക്ക് സീത പേരുണ്ടാക്കും. വാതിൽ പുറത്തിന് കൂട്ടാൻ പറ്റില്ല. നീ എഴുന്നേരി നടന്നാൽ എനിക്കറിയൂ. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു? കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എഴുന്നേറ്റ് നടന്നാൽ ഞാൻ മകനെ കൊള്ളും. നിൻകൊള്ളോ മല്ലയ്യ എവിടെ വിളിക്കണം? കള്ള കുടുക. മുരുകനല്ല, ശ്രീകൃഷ്ണ. സോറി. എന്താ സോറി? മല്ലയ്യ, ഞാൻ പോവേണേ. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ.
ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവൻ ആ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്താൻ. ചില സമയത്ത് സത്യേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ? കട്ട്കൊണ്ട ആട്ടാടോണ. ഓ ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിൽക്കുമോ? അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നേ, പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. അവൻ നിന്റെ കളത്തിൽ താലി കെട്ടില്ല. ധൈര്യമാക്കിരോ. സോറി. ഏടാ ദശമുല കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ ഇവിടെ ബട ദേ വന്നു. നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ ഡാക്ടർ പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താനാണ് പ്ലാൻ. ബോംബ് ബോംബ് മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടലടാ. ഇപ്പൊ പൊട്ടു മുതലാളി, വെയിറ്റ്. ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്. പത്ര കഞ്ഞി, ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. എടാ ജയുടെ അച്ഛനമ്മയിലടാ പോന്നെ. അവരാദ്യമായിട്ട് കാണുക അല്ലല്ലോ? ചിലപ്പോൾ അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? വീട്ടിൽ വേറെ പലരും കാണും. പലതെന്ന് വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല. പിന്നെ ആരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ. നമുക്ക് അവിടെ വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവളെനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? റോസിന്റെ. അയൽവക്കാരെ എന്താ മോശമാ? ഞാൻ പറഞ്ഞേക്കാം. എടാ ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് ബി ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി 2 ഹോൺ അടിച്ചേക്കണം. അതൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഒന്ന് സഹകരിക്കടാ. നിനക്ക് എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചരാം. തരാന്ന് പറയുന്നല്ല, തരുന്നത് കാണുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. ഹോൺ വർക്ക് ചെയ്യണ്ടോന്ന് നോക്കിയതാ. പേടിപ്പിച്ചു പറഞ്ഞല്ലോ. Hi, uncle. What a surprise. Please come in. എന്താടാ? എന്റെ കയ്യറിയാതെ കൊണ്ടതാ. നോക്കി നിന്നപ്പോഴ്. ഓ, ഇവനെപ്പോലൊരു മരക്കഴുത. വേണ്ട വേണ്ട, അങ്കിൾ ഒന്നും പറയണ്ട. നെക്ലസ് തരാമെന്ന് പറഞ്ഞ് അങ്കിൾ എന്നെ പറ്റിക്കല്ലേ? അയ്യോ സത്യമായിട്ടും അല്ല, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുക. നല്ല മരതേക്കല് കിട്ടാനില്ല. ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ നോണ പറയാ. തരാന്ന് പറഞ്ഞ് മോഹിപ്പിക്കുകയുള്ളൂ. അല്ല, ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഇപ്പൊ എന്ത് വേണം? അങ്കിളിന് ഇഷ്ടമുള്ളത്.
ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. കൈ വിടൂ അങ്കിൾ, വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കുന്നേ. പ്ലീസ് വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്കേ. ഇനിയും ജയന്തി ചോദിച്ചാലും ഞാൻ തരും. പകരം നീ എനിക്കെന്ത് തരും? അങ്കിളിന്റെ കവിളത്ത്. കവളത്ത്? കവളത്ത്? പറയൂ. കവളത്ത്? ഒറ്റ അടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ. അയ്യോ അങ്കിൾ ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. വല്ലതും സംഭവിച്ചോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എല്ലാം. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? രേവതി കൊണ്ടുപോയപ്പോഴും ഓടിക്കുന്നില്ലേ? ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാൻറ്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.